കേരളം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ തീവണ്ടി അപകടം നടന്ന സ്ഥലത്താണ് ഞാനുള്ളത്. കടലുണ്ടി പാലത്തിൻ്റെ മുകളിൽ. ഇവിടെയാണ് 2001 ജൂൺ 22-ാം തീയതി ഒരു 5 മണിക്ക് ശേഷം മംഗലാപുരത്ത് നിന്ന് ചെന്നൈക്ക് പോയ ചെന്നൈ മെയിൽ ട്രെയിൻ അപകടത്തിൽപ്പെടുന്നത്. ഇത് ഒരു മറുകര എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയും അതിൻ്റെ എതിർവശം കോഴിക്കോട് ജില്ലയുമാണ്. 2 ജില്ലകളെ ബന്ധിപ്പിച്ചാണ് ഈ പാലമുള്ളത്. അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ നാട്ടുകാരാണ്, മത്സ്യത്തൊഴിലാളികളാണ്, മണൽ വാരുന്ന ആളുകളാണ്. അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ എനിക്കൊപ്പമുണ്ട്. അതായത് 25 ആയിട്ടുണ്ടെങ്കിൽ കൂടി അവരുടെ മനസ്സിൽ ആ ഓർമ്മകൾ മായുന്നില്ല, ഇപ്പോഴും നടുക്കുന്ന ഓർമ്മയായിട്ട് നിൽക്കുകയാണ്. അന്ന് ഈ ശബ്ദം കേട്ട് ഓടിയെത്തിയത് ഇവിടെയുള്ള നാട്ടുകാരാണ്. അന്ന് ആദ്യം ഓടിയെത്തിയ മണിയേട്ടനുണ്ട്. ചേട്ടാ, 25 വർഷമായിരിക്കുകയാണ്. കാലം പെട്ടെന്ന് പോകുന്നു. അന്നത്തെ ഓർമ്മകൾ എങ്ങനെയാണ്? അന്ന് ഞങ്ങളൊരു കല്യാണ വീട്ടിലേനി. അങ്ങനെ ഈ ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ ഓടി വന്ന് ഞങ്ങൾ മണലെടുക്കണ തോണികളുണ്ടായിനി ഇവിടെ. ആ തോണിയിലാണ് കുറേ പേരെ ഞങ്ങൾ രക്ഷിച്ചത്. ഒരുപാട് പേരെ ഞങ്ങൾ രക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നപ്പോൾ കണ്ടത് എന്താ ഇവിടെ? ഞങ്ങൾ കണ്ടപ്പോൾ ഇവിടെ ആകെ ഒന്നായിട്ട് പുക പോലെ കിടക്കേനി. ഈ ഫുട്പാത്തിൽ ഫസ്റ്റ് ബോഡി കിട്ടണ തന്നെ മണി എന്ന് പറഞ്ഞ ഇവിടെ ഒരു തൊഴിലാളി ഉണ്ടായിനി. മൂപ്പര ബോഡിയാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടണത്. ഈ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഈ ഭാഗം കട്ടായിന് ഒന്നായിട്ട്. കാലിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, കട്ടായിട്ട് ഒന്നായിട്ട് എന്തോ ആകെ എന്തോ മാതിരി ചെയ്യുമ്പോൾ പിന്നെ അങ്ങോട്ട് ഒരു ധൈര്യം കിട്ടി. പിന്നെ ഞങ്ങൾ 5-8 പേരുണ്ടായിനി. ഇവിടെ 5-8 തോണികളുണ്ടായിനി, മണൽ എടുക്കണ തോണികൾ. ഓലെല്ലാവരും ഇവിടെ വന്നിട്ട് രക്ഷാപ്രവർത്തനം നടത്തി. അങ്ങനെ ഒരുപാട് പേരെ ഞങ്ങൾ അന്ന് കഴിച്ചിലാക്കി. ഈ ബോഗിക്കുള്ളിൽ കയറാൻ പ്രയാസം ഉണ്ടായിരുന്നോ? ബോഗീൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ പുറത്തുനിന്ന് എടുത്തിട്ട് കൊണ്ടുപോകും. ബോഗീൻ്റെ ഉള്ളിൽ വേറെ ആൾക്കാർ കയറി രക്ഷപ്പെടുത്തിയാണ്. അപ്പം ഈ അപകടം ഉണ്ടായ സമയത്ത് മഴ ഉണ്ടായിരുന്നോ? അന്ന് നല്ല മഴയും കാറ്റും ഉണ്ടായിനി, നല്ല ഒഴുക്കും ഉണ്ടായിനി. അന്ന് വേലി ഇറക്കത്തിന് സമയമായിരുന്നു. വെയിലി ഇറക്കായിനി അന്ന്. അങ്ങനെ വെയിലി ഇറക്കാകുമ്പോൾ ലേശം പാടാണ് ഇപ്പോൾ തോണി തുഴയാനൊക്കെ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിനി. എന്നാലും ഒരുപാട് പേര്, ഞങ്ങൾ 5-8 പേര് ഇവിടെ നല്ല രക്ഷാപ്രവർത്തനം നടത്തി. അന്ന് നിങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് എത്ര ഈ ബോഗികളാണ് ഈ പുഴയിലോട്ട് വീണ് കിടന്നത്? അതായത് ഈ ട്രെയിൻ 3 ബോഗി പടിഞ്ഞാറ് വശം, 2 ബോഗി നമ്മുടെ കിഴക്ക് വശം, പിന്നെ ഈ റെയിലിൻ്റെ ബാലൻസ് ഭാഗത്ത് ഒരു ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് തൂങ്ങിക്കിടക്കുകയാണ്. അതിൽ നിന്ന് ആർപ്പാണ് സ്ത്രീകൾ. കാരണം ഒരു വെള്ളത്തിൽ ഒരു ഇതും മറിഞ്ഞ് വീഴ് വെച്ചിട്ട് ചാടാനുള്ള ഇതിലാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ചാടണ്ട. അപ്പോൾ തന്നെ നമ്മുടെ ടീം അവരെ കൈ പിടിച്ചിട്ട് ഓരോരുത്തരെ തോണിയിലേക്ക് ഇറക്കിയിട്ട് ഇവരൊക്കെ തോണിയിൽ ഇവരെ കൊണ്ടുപോയാക്കുന്നു. ബാക്കിയൊരു ടീം എന്താ വെച്ചാൽ അതിനുള്ളിലുള്ള ആളുകൾ രക്ഷിക്കുന്നു. പിന്നെ ഈ ബോഗിയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായത്. കാരണം ഇപ്പോൾ ഈ ബോഗിൻ്റെ പകുതിയിൽ വെള്ളമാണ്, നല്ല വലു. ഈ വലുവിൽ പിടിച്ച് ഒരുവിധം പുഴയിൽ പരിചയമുള്ളവർക്കേ പറ്റുള്ളൂ. അതായത് ഈ ബീച്ച് ഏരിയയിലുള്ള നമ്മുടെ ഈറോസാർ ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികളും ഇവിടെ പുഴി മേഖല, ചേരി മേഖല, ഈ എല്ലാ ആളുകളും അപ്പോൾ തന്നെ ഉടനടി, കാരണം ഈ സൗണ്ട് കൊണ്ടാണ് ആളുകൾക്ക് എന്തോന്ന് സംഭവിച്ചിരിക്കുന്നുള്ളത് അറിയാൻ കാരണം. ആ ശബ്ദത്തിലാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ എഞ്ചിനും 5 ബോഗി അങ്ങോട്ട് റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ കൂടിയാണ് വലിച്ചു പോയത്, ഏകദേശം 500 മീറ്ററോളം. അതിൽ ഈ റെയിൽവേ കരിങ്കല്ലിൻ്റെ പൊടികളാണ് ഈ ഇവിടെ അന്തരീക്ഷത്തിൽ ഫുള്ള് കാണപ്പെട്ടത്. ഇപ്പോൾ അങ്ങനെ ഇവിടുന്ന് ആദ്യം തന്നെ നമ്മുടെ ബാലേട്ടൻ നിറയും, കടിയത്തിൽ ബാലേട്ടനൊരു വണ്ടി ഉണ്ട് വലിയ. ആ വണ്ടിയിൽ 10-40 പേരെ ഈ സൈഡിൽ കൂടെ, ഈ പിഷാരിക്കൽ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെയാണ് കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകും. ഈ പോകുന്ന യാത്രയിൽ തന്നെ 2 പടിഞ്ഞാറ് വശവും കിഴക്ക് വശവും റോഡുണ്ട്. പക്ഷേ ആ റോഡിന് വീതി കുറവാണ്. പക്ഷേ അതിൽ തന്നെ ഇത് അറിഞ്ഞു വരുന്ന വണ്ടികളും ഇതും തമ്മിൽ ഒരുപാട് ടൈം പ്രശ്നങ്ങളായിപ്പോയി. വലിയ ബ്ലോക്കുകൾ തന്നെ അവിടേക്ക്. അത് ഞങ്ങൾ അറിയുന്നത് പിന്നെ ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇടയിലാണല്ലോ. പിന്നെ ഇവിടുന്ന് മാക്സിമം ആളുകളെ അപ്പോൾ ഇതിന് മെയിനായിട്ട് പരപ്പനങ്ങാടി SI ഉണ്ട്, രാജഗോപാൽ SI. അദ്ദേഹത്തിൻ്റെ ഒരു പവർ സമ്മതിക്കുക തന്നെ വേണം. അദ്ദേഹം അവിടുന്ന് മൈക്ക് അനൗൺസ്മെൻറ്റ് ചെയ്ത് എന്താ പറഞ്ഞു വെച്ചാൽ ഒരൊറ്റ വണ്ടി പോലും പരപ്പനങ്ങാടി ഭാഗത്ത് കാണരുത്. എല്ലാ ടക്കറും എണ്ണ ഇല്ലെങ്കിൽ എണ്ണ അടിച്ചോളാം, എൻ്റെ ക്യാഷ് ഞാൻ അടച്ചോളാം, നമ്പർ കൊടുക്കുക, വണ്ടി നമ്പർ കൊടുക്കുക, ഞാൻ പൈസ അടച്ചോളാം. അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്നാണ് കൊടുത്തതാണ് പിന്നീടൊക്കെ ഞങ്ങൾ അറിഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. പിന്നെ ആ മഴ രാത്രിയോളം ഫുള്ളായിട്ട് നേരം വെളുക്കുമ്പോൾ തന്നെ ആ മഴ ഇങ്ങനെ ചാരി ഇങ്ങനെ. 52 പേരാണ് മരിച്ചതെന്ന് പറയുന്നു. അന്ന് കുറേ മൃതദേഹങ്ങൾ നിങ്ങൾ ഇവിടുന്ന് എടുത്തല്ലോ. അതിനുശേഷം പിറ്റേന്ന് മൃതദേഹങ്ങൾ ഇവിടുന്ന് കിട്ടിയിരുന്നു പുഴയെന്ന്? പിറ്റേന്ന് മൃതദേഹം കിട്ടിയിട്ടൊന്നുമില്ല. കാരണം ബോഗീൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നൊക്കെ, ബോഗി നിലത്ത് കിടക്കുകയാണല്ലോ. പിന്നെ അത് ഇവിടുത്തെ റെയിൽവേൻ്റെ മുമ്പിൽ മറ്റേ ഇത് വെച്ച് ഉപയോഗിച്ചിട്ട് എടുത്ത് മാറ്റി കരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും കണ്ടിട്ടില്ല. ഒഴുകി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും വലുവിൽ ഒഴുകി പോകാൻ പറയാൻ പറ്റില്ല, അടിവലു ഉള്ളത് കൊണ്ട് പറയാൻ പറ്റില്ല. അന്ന് ഇവിടെ എത്തിയ അടുത്ത ഒരാളാണ്, പൗരസമിതിയുടെ ആൾ കൂടിയാണ്. നിങ്ങൾ എല്ലാ വർഷവും അനുസ്മരണമൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. കാരണം നിങ്ങൾക്കും ഇതൊരു നടുക്കുന്ന ഓർമ്മ കൂടിയാണല്ലോ. നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു ട്രെയിനിൽ? തീർച്ചയായിട്ടും. പിന്നെ പരിചയമുള്ള ആളുകളുണ്ടായിരുന്നു. നമ്മളെ വള്ളിക്കുന്നിലുള്ള അരിയല്ലൂർ വള്ളിക്കുന്ന് ഭാഗത്തുള്ളൊരു ഗംഗാധരൻ എന്ന് പറഞ്ഞ ഒരാളുടെ അച്ഛൻ ഇതിനകത്തുണ്ടായിരുന്നു.
പിന്നെ ഇവിടെ ഞങ്ങളെ നാട്ടുകാരൻ തന്നെ ഒരാൾ ഇവിടെ മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അദ്ദേഹം ഈ ട്രെയിൻ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഇവിടെ ഫുട്പാത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഫുട്പാത്തിൻ്റെ മുകളിലൂടെ ഇങ്ങോട്ട് ഞങ്ങൾ പാസ് ചെയ്ത് കടലുണ്ടിക്ക് അങ്ങാടിയിലേക്ക് ഞങ്ങൾ പാസ് ചെയ്യുക ആ ഫുട്പാത്തിന് മുകളിലൂടെയാണ്. ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അദ്ദേഹം ട്രെയിൻ യാത്രക്കാരൻ ആയിരുന്നില്ല, ഫുട്പാത്തിൽ നടന്നു പോയായിരുന്നല്ലേ? ഇവിടെ നടന്നു പോകുന്ന ആളെ മുകളിലേക്ക് വണ്ടി മറിഞ്ഞ് വീണിട്ട് ആദ്യം മരണപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തനം നടത്തി കിട്ടിയിട്ടുള്ളൊരു ബോഡി അയാളുടെ ആണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വണ്ടിക്ക് യാത്ര ചെയ്തത് എങ്ങനെയാണെന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് വന്നപ്പോഴാണ് ഇവിടെ അടുത്തൊരു വീട്ടിൽ, എടപ്പാൾ സ്വദേശിയാണ് ഇയാൾ, അടുത്തൊരു വീട്ടിൽ ജോലിക്ക് വന്നിട്ടുള്ള ഒരാളാണ്. അയാൾ ജോലിക്ക് വന്നിരുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ അയാൾ കടലുണ്ടിയിൽ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. ആ പോയ സമയത്താണ് വണ്ടി മറിഞ്ഞു വിട്ടത്. അതാണ് ഞങ്ങളിലുള്ള ഏറ്റവും വലിയ ഒരു നടുക്കുന്ന ഒരു സംഭവം. അവനോടുള്ള അവൻ്റെ വേർപാടാണെങ്കിലും നമുക്ക് ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. ഈ രക്ഷപ്പെട്ടവരെ അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുത്തിയവരെ പിന്നീട് കണ്ടിരുന്നു, അവരൊക്കെ എന്താ പറയുന്നത്? ഇവിടേക്ക് അങ്ങനെ പിന്നീട് ആരും വന്നിട്ടില്ല അങ്ങനെ. അതായത് പിന്നെ ഇവിടെ ഒരു അമ്മ വരാറുണ്ട്. ഈ മണികണ്ഠൻ തന്നെ ഒരു അമ്മ എല്ലാ വർഷവും ഈ 24 വർഷവും അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം വരുന്നു പ്രതീക്ഷിക്കുന്നു. ഈ രക്ഷപ്പെട്ട് പോയത് നിങ്ങളെ രക്ഷപ്പെടുത്തിയില്ല, അകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ആ സമയത്ത് അവരുടെയൊക്കെ എന്തായിരുന്നു അവസ്ഥ? എൻ്റെ മറക്കാനാത്തൊരു ഇത് എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിയെ എനിക്ക് ഇവിടുന്ന് ആരാ എടുത്തു തന്നതാണ്. അപ്പോൾ ഇത് വണ്ടിയിലെത്തിക്കണമല്ലോ, ടെക്കറിലേക്ക് എത്തിക്കാൻ ഓടുന്ന ഓട്ടത്തിൽ കുട്ടിയുടെ വായിൽ നിന്നൊരാ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പള്ളൊക്കെ നെക്കി, ആ ഓടുന്ന ഓട്ടത്തിൽ തന്നെ പള്ളം നെക്കി ഒരുവിധം വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. ടെക്കറിൽ വെച്ച് കൊടുത്തു. ടെക്കറപ്പം തന്നെ വന്നുകൊണ്ട് വന്നു പോവുക ഒരുപാട് ടെക്കറുകളുണ്ടല്ലോ പരപ്പനങ്ങാടി മേഖലയിൽ. അതാണ് മറക്കാൻ പറ്റുക. പിന്നെ ഒരു തടിച്ചൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ എനിക്ക് പൊക്കാൻ പറ്റില്ല. അപ്പോൾ ആ സ്ത്രീ തന്നെ പറഞ്ഞു, മോനെ അണക്ക് തന്നെ പൊന്തൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള എല്ലാവരും കൂടെ കൂടി പൊന്തിച്ചിട്ടാണ് നേരെ കരയിലേക്ക് എത്തിച്ചത്. ഈ തോണിന്ന് കയറ്റാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു കീഴ്ത്തു തന്നെ എനിക്ക് അറിയുന്നു. ഞാൻ പറഞ്ഞത് അതിനെല്ലാം നിൽക്കുന്നല്ല, ഞങ്ങൾ രക്ഷിക്കാൻ നിൽക്കുകയാണ്. പൈസ ആവും. പൈസ ഇല്ലാതെ വേറെ ഒന്നും തരില്ലല്ലോ. പൈസയാണോ ഞാൻ സ്വർണ്ണമാണെന്ന് അറിയില്ല. രക്ഷപ്പെട്ട സന്തോഷത്തിൽ ചെയ്തത്. അതെ മോനെന്ന് അറിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നെ നെറ്റി ഉമ്മയൊക്കെ വെച്ചു. ഇത് ബോഗിയുടെ കമ്പാർട്ട്മെന്റ് ജനലൊക്കെ പൊളിക്കാനൊക്കെ പെട്ടെന്ന് ബുദ്ധിമുട്ടായിരുന്നു, അകത്തോട്ട് കയറാൻ. അതിലൊക്കെ നമ്മളെ ടീമുകളാണ് സാർ. ഇവിടെ കലാസികളുണ്ട്. കലാസികൾ വന്നല്ലേ ബേപ്പൂർ? അല്ല, ബേപ്പൂരല്ല. ബേപ്പൂരിൽ നിന്ന് ആർക്കും ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല. കാരണം ഈ പാലം പൊട്ടി വീണ ഭാഗത്തു നിന്ന് അവിടുന്ന് ആർക്കും എത്തിപ്പെടാൻ പറ്റില്ല. കോഴിക്കോടൊന്നും വരാൻ പറ്റാത്ത അവസ്ഥ. കോഴിക്കോട് എത്തിപ്പെടാൻ പറ്റില്ല. ഇവിടെ വന്നതെന്ന് വെച്ചാൽ ബാലാത്തിരി ദ്വീപിലെ തോണികളുള്ളവർ, കടലുണ്ടി തോണികളുള്ളവർ, അവർക്കൊക്കെ തോണിയാത്രയിൽ കൂടെ മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് എത്തിപ്പെടാൻ പ്രയാസമാണ്. ഈ മരണസംഖ്യ 52 നിൽക്കാൻ തന്നെ കാരണം ഇവിടത്തുള്ള ജനങ്ങളായിരിക്കും. അത്രയും അവർ ഭയമില്ലാതെ എടുത്ത് വെള്ളത്തിലേക്ക് ചാടിയും തോണി എടുത്ത് ഇറങ്ങിയതുകൊണ്ടൊക്കെ ആയിരിക്കും അത്തരം പേരെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തത് അല്ലേ? കേരളത്തിൻ്റെ ഈ ദുരന്തങ്ങളിലുള്ള രക്ഷാപ്രവർത്തന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു ദുരന്തമാണ് ഈ കടലുണ്ടി തീവണ്ടി ദുരന്തത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണി തന്നെ നേരിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മാതൃകാപരമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആളുകൾ തന്നെയാണ് അതിൻ്റെ എല്ലാ സംഭവത്തിൻ്റെ പിന്നിലുണ്ടായിട്ട് അന്ന് പ്രവർത്തിച്ചിരുന്നത്. ഇവിടുത്തെ ഇപ്പോൾ നേരത്തെ കണ്ടുപോയിട്ടുള്ള മണി എന്ന് പറയുന്നത് ഇന്ന് 25 വർഷമായി, 2.5 പതിറ്റാണ്ടായി ഈ ദുരന്തം നടന്നിട്ട്. ഈ ദുരന്തം നടന്നിട്ട് 2.5 പതിറ്റാണ്ടായി. ഇന്ന് അന്നിക്ക് 35 വയസ്സാണ്. 35 വയസ്സുള്ള ഞാനിപ്പോൾ 25+ കൂട്ടുമ്പം ഉള്ള വയസ്സാണ് ഇപ്പോൾ എൻ്റെ വയസ്സ്. അപ്പം ഇവിടെ അന്നുണ്ടായിരുന്ന ആളുകളുടെ, ആ സമയത്തുണ്ടായിരുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളുടെ ഒരു വയസ്സിൻ്റെ പരിധിയും കൂടി നമ്മൾ കണക്കാക്കണം. അപ്പോൾ അതിലുണ്ടായിരുന്ന കുറേ സീനിയറായിട്ടുള്ള എൻ്റെയൊക്കെ പ്രായത്തിലുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ, ഒട്ടനവധി ആളുകൾ, ഇന്നിപ്പോൾ 60 വയസ്സിൽ എത്തി നിൽക്കുന്ന ധാരാളം ആളുകളാണ്. അന്ന് 35 വയസ്സ് 40 വയസ്സിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് സത്യത്തിൽ ഇവിടുത്തെ ഈ രക്ഷാപ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ടായിട്ടുണ്ടെന്നുള്ളത്. അതായത് മത്സ്യത്തൊഴിലാളികൾ, അതെന്ന് വെച്ചാൽ ഉൾനാടൻ മത്സ്യത്തൊഴിൽ, പുഴയിൽ മത്സ്യം പിടിക്കുന്ന തൊഴിലാളികൾ, അതിൻ്റെ ഒരു കേന്ദ്രമാണത്. അതുപോലെ തന്നെ ഇവിടുത്തെ അന്നത്തെ പരമ്പരാഗത തൊഴിലാണ് ചകിരിത്തൊഴിൽ. ചകിരി എടുക്കുക, ചകിരി മാന്തുക, ചകിരിക്കുഴിയിൽ നിന്ന് ചകിരി എടുക്കുക എന്നുള്ളത് ചകിരി തൊഴിലാളികൾ. അതുമാതിരി തന്നെ പൂഴി വാരൽ ഇവിടുത്തെ ഒരു വലിയ പരമ്പരാഗതമായിട്ടൊരു തൊഴിലാണ് പൂഴി വാരൽ. ആ പൂഴി തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ചകിരി തൊഴിലാളികളും സാധാരണ നാട്ടുകാരും കലാശിപ്പണിക്കാരും ഉൾപ്പെടെ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ പുറത്തു പോകുന്ന ധാരാളം ആളുകളുണ്ട്. അവരുൾപ്പെടെയുള്ള ആളുകളുടെ പിന്നെ സമയോചിതമായ ഇടപെടലുകൾ, സ്വജീവൻ പണയം വെച്ചുകൊണ്ട് പുഴയിലേക്ക് എടുത്തു ചാടിയതിൻ്റെ ഫലം. നല്ല ഒഴുക്കുള്ള സമയമാണ്, ഇന്ന് ഈ കാണുന്ന പുഴയൊന്നുമല്ല, അന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ്. മഴക്കാലമാണ്. പൂരിച്ചെറിയുന്ന മഴ വെച്ചാൽ ആ മാസത്തിൽ അങ്ങനത്തെ ഒരു മഴ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു മഴേൻ്റെ സമയത്താണ് ഈ ദുരന്തം നടക്കുന്നത്. ആ സമയത്ത് ഇവർ ഈ പുഴയിലേക്ക് എടുത്തു ചാടിയതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ 52 പേരിൽ നിന്നുള്ള
ഈ എണ്ണം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ധാരാളം ആളുകളെ, ഇപ്പം എൻ്റെ വീട് കുറച്ച് അപ്പുറത്താണ്, അവിടെ വരെ നമ്മൾ ഇവിടുന്ന് എടുത്തുകൊണ്ടുപോയ ആളുകളെ വീട്ടിലൊക്കെ തന്നെ, തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ തന്നെ കിടത്തി അവർ കുടിച്ച വെള്ളത്തൊക്കെ പുറത്തു കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ. പിന്നെ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, ജനൽക്കുള്ളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ കട്ടർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുവന്ന്, കലാശിപ്പണിക്കാരായിട്ടുള്ള ഇവിടുത്തെ ആളുകൾ അതൊക്കെ കട്ട് ചെയ്തുകൊണ്ട് പുറത്തെടുത്തിട്ടുള്ള, കൈയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് പുറത്തെടുത്തിട്ടുള്ള ദയനീയമായ സീനുകളൊക്കെ കണ്ടിട്ടുള്ളൊരു ദുരന്തം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഈ സംഭവം അതങ്ങനെ ചെയ്തോടൊപ്പം തന്നെ ഇതിൻ്റെ ദുരന്ത ദിനാചരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം 25 കൊല്ലമായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പൗരസമിതി ഞാൻ പറഞ്ഞു 10 വർഷം തുടർച്ചയായിട്ട് വലിയ രൂപത്തിലുള്ള വലിയ ആളുകളെ കൊണ്ടുവന്നുകൊണ്ടുള്ള ദുരന്ത ദിനാചരണ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് കാലം ചെല്ലുന്തോറും പൂക്കുറയാന്ന് പറഞ്ഞ പോലെ പിന്നീട് ആൾ പങ്കാളിത്തം ഇല്ലാത്തൊരു ഘട്ടത്തിൽ അത് അങ്ങനെ നിന്ന് പോവുക ചെയ്തിട്ടുള്ളത്. 10 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ തുടർന്ന് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. എനിക്കിപ്പോഴും പറയാനുള്ളത്, ഇതിൻ്റെ പൗരസമിതിൻ്റെ കൺവീനർ എന്നുള്ളതിലേക്ക് എനിക്കിപ്പോഴും പറയാനുള്ളത്, ഞങ്ങൾ എല്ലാ ദുരന്ത ദിനാചരണത്തിലും പറയുന്നൊരു വാചകമുണ്ട്. എന്ന് വെച്ചാൽ ഈ ദുരന്തത്തിന്, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ, ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണമെന്ത്? പാലം തകർന്നിട്ടാണ് ദുരന്തം ഉണ്ടായിട്ടുള്ളത് ഒരു പക്ഷം, മറ്റൊരു പക്ഷം ഭൂമി തകർന്നിട്ടാണ് എന്നുള്ളത് വേറൊരു പക്ഷം. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിലെ ദുരന്തങ്ങളിൽ വെളിച്ചം കാണാത്ത ഒരു റിപ്പോർട്ട് ഇന്നും വെളിച്ചം കണ്ടിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടുള്ള ആശ്രിതർക്ക് ലഭിച്ചിട്ടുള്ള അവരുടെ ആനുകൂല്യങ്ങൾ അത് എത്രത്തോളം പേർക്ക് ലഭിച്ചു, ഇന്നും ജീവച്ഛവമായി കഴിയുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ആ ആളുകൾക്ക് എന്താണ് അവർക്ക് വേണ്ടിയിട്ട് സർക്കാർ ചെയ്തിട്ടുള്ളത്, റെയിൽവേ ചെയ്തിട്ടുള്ളത് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇന്നും അജ്ഞാതമാണ്. നമുക്കതിലേക്ക് ഈ ദുരന്തം വാർഷിക ദിനാചരണങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു ഭരണ നേതൃത്വവും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഏതായാലും 25 വർഷമായി പുതിയ പാലം കടലുണ്ടിയിൽ വന്നു. ഇരട്ടപ്പാതയാണ്, 2 പാലങ്ങൾ വന്നു. ആ അപകടമുണ്ടായ പഴയ പാലത്തിൻ്റെ, നടപ്പാലത്തിൻ്റെ തൂണുകളൊക്കെ തന്നെ ഇപ്പോഴും ഓർമ്മയുടെ അവശേഷിപ്പായി ഇവിടെയുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, എന്തുകൊണ്ട് ഈ അപകടമുണ്ടായി? കമ്മീഷൻ വെച്ചു പഠനം നടത്തി. ട്രെയിനിൻ്റെ പ്രശ്നമാണോ, പാളത്തിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ പാലത്തിൻ്റെ പ്രശ്നമാണോ? എന്താണ് ഈ അപകടത്തിൻ്റെ കാരണമെന്ന് നമ്മുടെ പൊതുസമൂഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി അന്വേഷണം നടത്തി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കൂടി അത് പുറത്തേക്ക് വിട്ടിട്ടില്ലെന്നത് യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഈ അപകടത്തിൻ്റെ കാരണം എന്താണെന്ന് ജനങ്ങൾക്ക്, സമൂഹത്തിന് ഇതുവരെ അറിയില്ല. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മകേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ.